ഇന്ന് അല്ല ഇന്നലെ വൈകിട്ട് ചോറ് കുറവായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ ഒരു പാസ്ത ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ അകത്തോട്ട് ഒരു 3 ചെറിയ സവോള ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനാണെങ്കിൽ ക്യാരറ്റും കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. ഞാനാണെങ്കിൽ ഇത് ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് അതൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വറ്റൽമുളക് അരച്ചതുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് ഞാനാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഷെസ്വാൻ ചട്നിയാണ്. അത് മീറ്റ് മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടത്, പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നേ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോസിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. എന്നിട്ട് കുറച്ച് സോയ സോസ് അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്ത, ഞാനാണെങ്കിൽ പാസ്തയും മക്രോണിയും കൂടെ മിക്സ് ആക്കിയാണ് വേവിച്ചത്. കുറച്ച് ഉപ്പിട്ട് വേവിച്ചത് അതും കൂടി ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് അത് മൊത്തം എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കെച്ചപ്പ് കുറവായിരുന്നുകൊണ്ട് അതും കൂടി കുറച്ചും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചട്നി ഒന്നും വേണമെന്നില്ല കേട്ടോ. നോർമലി മീറ്റ് മസാല വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ശരിയെന്നാൽ.